اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. സമാദരണീയരായ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് ക്ഷമിച്ചുകൊണ്ടും നമസ്കരിച്ചുകൊണ്ടും അള്ളാഹുവിനോട് നിങ്ങൾ സഹായം തേടുക എന്നുള്ളത്. സബറോടുകൂടെ ജീവിക്കുക എന്നുള്ളത് ഒരുപാട് ആയത്തുകളിലൂടെ, പ്രവാചകന്റെ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ആമുഖമായി ഞാൻ ഓതിക്കെത്തിച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 153-ാമത്തെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമയോടുകൂടെ നമസ്കാരം നിലനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് സഹായം തേടുക. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് എന്നാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ക്ഷമയുടെ വിവിധ ഇനങ്ങൾ ഏതെല്ലാം രൂപങ്ങളിലാണ് നമ്മുടെ ക്ഷമയുണ്ടാവേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ്. 3 പ്രധാനപ്പെട്ട ഇനങ്ങളിലാണ് ആ ക്ഷമ വേണ്ടത്. ഒന്നാമത്തേത് കുറ്റകൃത്യങ്ങളിൽ നിന്ന്, അല്ലാഹു നിഷിദ്ധമാക്കിയ കർമ്മങ്ങളിൽ നിന്ന്, കാര്യങ്ങളിൽ നിന്ന് അത് ഉപേക്ഷിക്കുമ്പോൾ അവിടെ ഉണ്ടാവേണ്ട ക്ഷമയാണ്. ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്യാൻ അയാളുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കുക. അയാൾക്ക് ആ താല്പര്യത്തെ, ആഗ്രഹത്തെ അത് ഉപേക്ഷിക്കാൻ അവിടെ ഒരു ക്ഷമമാണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ ഇച്ഛ അതിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നീങ്ങേണ്ടവനല്ല ഒരു സത്യവിശ്വാസി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ, ഇതാണ് ക്ഷമയുടെ ഒന്നാമത്തെ ഇനമായി പഠിപ്പിക്കപ്പെടുന്നത്. രണ്ടാമത്തെ ക്ഷമയുടെ ഇനം
അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്, വിശ്വസിക്കാൻ പറഞ്ഞതുണ്ട്, പ്രവർത്തിക്കാൻ പറഞ്ഞതുണ്ട്. ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്ന, നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായി നിർവഹിക്കാൻ ആവശ്യമായ ക്ഷമയാണ്. 5 നേരത്തെ നമസ്കാരം, ആ ഫർദ് നമസ്കാരം വളരെ കൃത്യമായി കൊണ്ട് ജമാഅത്തായി കൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത്, അത് നിലനിർത്തുക എന്നുള്ളത്, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം കാര്യങ്ങൾ നമ്മളോട് കൃത്യമായി ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടോ, ഈ നന്മകൾ മുഴുവനും ചെയ്യുന്നിടത്ത് ക്ഷമയോടുകൂടെ നിലനിൽക്കുവാൻ സാധിക്കണം. അതിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. അവിടെയും നമുക്ക് ക്ഷമ ആവശ്യമാണ്. കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യമായ ക്ഷമ, നന്മയിൽ തുടരുവാൻ ആവശ്യമായ ക്ഷമ. മൂന്നാമത്തെ ക്ഷമയുടെ ഇനം മൂന്നാമത്തെ ക്ഷമയുടെ ഇനം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ ദുനിയാവെന്ന് പറയുന്നത് പരീക്ഷണങ്ങളാണ്. മക്കളെ കൊണ്ട് പരീക്ഷിക്കോ, നമ്മുടെ സ്വത്തുകൾ കൊണ്ട് പരീക്ഷിക്കോ, ധാരാളക്കണക്കിന് പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്ക് ഇട്ടുതരുമ്പോ, ഏത് പ്രയാസം വന്നാലും ശരി, ഏത് പ്രതിസന്ധി വന്നാലും ശരി, ഏതേത് മുസീബത്തിലും ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ട ക്ഷമയാണ് ക്ഷമയുടെ മൂന്നാമത്തെ ഇനമായി പഠിപ്പിക്കപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് തകർന്നുപോയി, മക്കൾ മരണപ്പെട്ടു പോയി, പ്രകൃതി ക്ഷോഭം വന്നു, ദുരന്തം വന്നു, എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ബാക്കിയായി. ആ ബാക്കിയായ നമ്മൾ ജീവിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം രൂപത്തിലുള്ള മുസീബത്തുകൾ പല രൂപത്തിൽ കടന്നു വന്നാലും, ഈ വരുന്ന മുസീബത്തുകളോ, ഈ വരുന്ന പ്രയാസങ്ങളോ, നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളോ ഒന്നും തന്നെ അല്ലാഹുവിനെ ധിക്കരിക്കുവാനുള്ള ന്യായീകരണങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ക്ഷമ വളരെ പ്രധാനമാണ്. ഈ രൂപത്തിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക്, ക്ഷമയോടുകൂടെ മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് സ്വർഗത്തിലെ മണിമേടകൾ ഉള്ളത്. അവർ ക്ഷമിച്ചതു കാരണത്താൽ, അവർ ക്ഷമിച്ച് ജീവിച്ചതു കാരണത്താൽ അവർക്കതാ സ്വർഗത്തിലെ വീടുകൾ, സ്വർഗത്തിലെ മണിമേടകൾ അല്ലാഹു പ്രതിഫലം നൽകുകയാണ്. അവരവിടെ അഭിമുഖീകരിക്കപ്പെടുന്നത്, സ്വീകരിക്കപ്പെടുന്നത് ഏറ്റവും നല്ല തഖിയ്യത്തോടുകൂടെയാണ്, അഭിവാദ്യത്തോടുകൂടെയാണ്, സമാധാനത്തിന്റെ വാക്കുകൾ മാത്രമാണ്. ആ സ്വർഗത്തിൽ അവരെ സ്വീകരിക്കപ്പെടുന്നത്. ആർക്കാണ് ലഭിക്കുന്നത്? ദുനിയാവിൽ ക്ഷമയോടുകൂടെ ജീവിക്കുന്ന ആളുകളാണ്. ഈ രൂപത്തിലുള്ള ക്ഷമയുടെ ഇനങ്ങളെല്ലാം പണമാണ്. നിങ്ങൾ ക്ഷമിച്ചതു കാരണത്താൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ശരി, ക്ഷമയോടുകൂടെ ജീവിക്കുക. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി ബോധ്യപ്പെടുത്തുകയാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, നിശ്ചയമായും ഈ പറയപ്പെടുന്ന ചിലതൊക്കെ തന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഭയം നൽകിക്കൊണ്ട് അല്ലാഹു പരീക്ഷിക്കോ. നിങ്ങൾ പലരെയും ഭയപ്പെടേണ്ടി വരും. ആ ഭയം അല്ലാഹു നൽകുന്ന പരീക്ഷണമാണ്. വൽ ജൂ, പട്ടിണി ഉണ്ടാവും, വിശപ്പുണ്ടാവും, ദാരിദ്ര്യമുണ്ടാവും, അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. വനഖ്സിൻ മിനൽ അംവാൽ, നിങ്ങളുടെ സമ്പത്ത് പെട്ടെന്ന് ഇല്ലാതെയാവും, നിങ്ങളുടെ ബിസിനസ് അങ്ങ് പൊളിഞ്ഞു പോകും. അങ്ങനെ നിങ്ങളുടെ സമ്പത്തിനെ പിടിച്ചു വെച്ചുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നിങ്ങളിൽ നിന്ന് മരിച്ചു പോകും. നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോകും. അല്ലാഹു അവരുടെ റൂഹ് പിടികൂടും. നിങ്ങളുടെ വിഭവങ്ങൾ അല്ലാഹു ഒന്ന് എടുത്തു കളയും. അങ്ങനെ നിങ്ങളുടെ വിഭവങ്ങൾ നഷ്ടപ്പെടുമ്പോ, നിങ്ങളുടെ ആളുകൾ മരണപ്പെട്ടു പോകുമ്പോ, പട്ടിണി ബാധിക്കുമ്പോ, നിങ്ങളുടെ ധനത്തിൽ നിങ്ങൾക്ക് കമ്മി വരുമ്പോ, നിങ്ങൾ ഭയത്താൽ ചുറ്റപ്പെടുമ്പോ, ശത്രുവിനെ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോ, ഏതേത് പരീക്ഷണത്തിന്റെ ഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം. വബശ്ശിരിസ് സാബിരീൻ, അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് സന്തോഷ വാർത്ത. ആ പരീക്ഷണത്തിൽ തകർന്നു പോവുക എന്നുള്ളതല്ല, അത് മനസ്സിലാക്കണം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത്,
വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഖാല റബ്ബിസ് സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. റബ്ബേ, ഈ സ്ത്രീകൾ എന്നെ ക്ഷണിക്കുന്ന ദുർവൃത്തിയെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ജയിലാണ്, കാരാഗ്രഹമാണ്. ഈ വ്യഭിചാരം ചെയ്യുന്നതിനേക്കാളും നിരപരാധിയാണെങ്കിലും ജയിലിൽ കിടന്നാലും ഈ തെറ്റ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അല്ലാഹ്. വിചാരത്തിലേക്ക് ക്ഷണിക്കുന്നത് ആരാണ്? ഭരണാധികാരിയുടെ ഭാര്യയാണ്, സുന്ദരിയാണോ, ആരാരും അറിയാതെ രഹസ്യം സൂക്ഷിക്കാൻ കഴിവുള്ളവളാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും അതിനുള്ള സാഹചര്യം ഒത്തു വന്നപ്പോഴോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, ഇതിനേക്കാളും എനിക്കിഷ്ടം ജയിലാണ് റബ്ബേ. നീ എങ്ങാനും ഇവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ അറിവില്ലാത്തവരുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോകുമായിരുന്നു. തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ, തെറ്റിൽ നിന്ന് നീങ്ങി നിൽക്കാൻ ഒരു മനുഷ്യന്റെ മനസ്സിൽ ആവശ്യമായ ക്ഷമ ആ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടുന്ന് പോലും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത്. ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്കെങ്ങാനും ഒരു ആപത്ത് പിടിപെട്ടാൽ, ഒരു പ്രയാസം, ഒരു മുസീബത്ത് അവരുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അവർ പറയുന്ന വാക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിൽ നിന്നാണ്, നിശ്ചയമായും അവനിലേക്ക് മടങ്ങേണ്ടവരാണെന്ന വാക്കാണ്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അവരുടെ മേലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ, അവരുടെ റബ്ബിന്റെ എല്ലാ നന്മകളും കാരുണ്യവും ഉള്ളത്. ഈ രൂപത്തിൽ റബ്ബിലേക്ക് മടങ്ങുന്ന ആളുകൾ, റബ്ബിലേക്ക് തവക്കുൽ ചെയ്യുന്ന ആളുകൾ, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകൻ ഇങ്ങനെ സതുപദേശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ യാ ബുനയ്യ അഖിമിസ്സലാഹ്, എന്റെ പൊന്നുമോനെ നീ നമസ്കാരം നിലനിർത്തണം കേട്ടോ. വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ, നീ സദാചാരം കൽപ്പിക്കണം, നീ ദുരാചാരങ്ങളെ വിരോധിക്കണം. എന്നിട്ട് അതിനോട് ചേർത്ത് പഠിപ്പിക്കുകയാണ് വസ്ബിർ അലാ മാ അസാബക, നിനക്ക് എന്ത് പ്രയാസം വന്നാലും ശരി, എന്ത് ബാധിച്ചാലും ശരി, നീ ക്ഷമയോടുകൂടെ ജീവിക്കണം കേട്ടോ. ക്ഷമയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോ വേണമെങ്കിലും പലതും അരുതായ്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രൂപത്തിൽ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടായാൽ, ഒരു ടെൻഷൻ ഉണ്ടായാൽ, അത് പലപ്പോഴും ഈ നാടുകൾ ഏറ്റവും അധികം നേരിടുന്നതായി ഡിപ്രഷൻ. മാനസികമായ പ്രയാസങ്ങൾ, എത്ര പണമുണ്ടായി കഴിഞ്ഞാൽ, എത്ര വലിയ കുടുംബം ഉണ്ടായി കഴിഞ്ഞാൽ, ഈ ഒരു പ്രയാസത്തിൽ നിന്ന് മോചനം കിട്ടാതെ ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൗൺസിലിംഗ് സെന്ററുകൾക്ക് മുന്നിൽ ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടുകയാണ്. പരിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം ഒന്ന് പാരായണം ചെയ്താൽ, റബ്ബിലേക്ക് എല്ലാം തവക്കുൽ ചെയ്ത് മടക്കിയാൽ അതിനേക്കാളും വലിയ ആശ്വാസം മറ്റൊന്നുമില്ല. അൻതജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. ഈ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ഈ ഖുർആനിനെ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ അല്ലാഹ്. ഹൃദയത്തിന്റെ വസന്തമായി തീരണം പരിശുദ്ധ ഖുർആൻ. അർത്ഥസഹിതം അറിഞ്ഞുകൊണ്ട് അത് ഓതുവാൻ, അത് പാരായണം ചെയ്യുവാൻ, നമ്മുടെ വിഷമങ്ങൾ അതുവഴി പരിഹരിക്കപ്പെടുവാൻ, റബ്ബിലേക്ക് തിരിയുവാൻ മനുഷ്യന്മാർക്ക് അത് സാധിക്കുമ്പോ എല്ലാ പ്രയാസങ്ങൾക്കൂടെ പരിഹാരം ഉണ്ടാവും. ഏത് പ്രയാസം വന്നാലും ക്ഷമിച്ചുകൊണ്ട് റബ്ബിൽ തവക്കുൽ ചെയ്താൽ അല്ലാഹുവിന്റെ സ്വർഗമുണ്ട് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രൂപത്തിലുള്ള ഒരു ബോധ്യം നമുക്കില്ലെങ്കിൽ, ഈ രൂപത്തിലുള്ള ഒരു ദൃഢനിശ്ചയം നമുക്കില്ലെങ്കിൽ എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നമ്മുടെ പര്യവസാനമാണ്. ജീവിതത്തിന്റെ അവസാനം എങ്ങനെയാണ് അവൻ മരണപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ്. എപ്പോഴും ഖുതുബകളിൽ ആദ്യമായി തന്നെ ഞാൻ ഓതി കേൾപ്പിക്കുന്ന ഒരു ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കാൻ ഇടവരുതേ.
ഈ രൂപത്തിൽ മുസ്ലിമായി മരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമായി നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിന്റെ അവസാനത്തിൽ പലപ്പോഴും യഥാർത്ഥമായ ആദർശത്തിലേക്ക് കടന്നു വന്ന് അതിലൂടെ ജീവിച്ചോ പിന്നീട് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ആ ആദർശത്തിൽ നിന്ന് മാറി, ആ ജീവിതത്തിൽ നിന്ന് മാറി ഒരു ദുർമാർഗത്തിന്റെ വഴിയിലേക്ക് പോയി മരണപ്പെടുന്ന ആളുകളെമ്പാടുമുണ്ട്. അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരുന്ന് റസൂലിന്റെ സഹാബത്തിന്റെ കൂടെ ഇരുന്നു കൊണ്ട് ക്ലാസ് കേട്ട റജാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, റസൂലുള്ളാഹിന്റെ വഅദ് കേട്ട റസൂലുള്ളാഹിന്റെ ക്ലാസ് കേട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ റസൂലുള്ളാഹിയുടെ മരണത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഒരു കള്ളപ്രവാചകൻ കടന്നു വന്ന മുസൈലിമത്തുൽ കദ്ദാബ്, യമാമയിൽ കടന്നു വന്ന ആ കള്ളപ്രവാചകൻ അയാളുടെ അടുക്കലേക്ക് ദീൻ പ്രബോധനം ചെയ്യാൻ, അയാളെ തിരിച്ചു വിളിക്കാൻ വേണ്ടി ഖലീഫ പറഞ്ഞയച്ചത് നന്നായി സംസാരിക്കാൻ അറിയാവുന്ന, ദീനിന്റെ കാര്യങ്ങളിൽ അവഗാഹമുണ്ടായിരുന്ന റജ്ജാൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ. അദ്ദേഹം അവിടേക്ക് പോയി. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന റസൂലുള്ളാഹിയുടെ ക്ലാസ് കേട്ട ഈ മനുഷ്യൻ, ഖലീഫ പറഞ്ഞയച്ച ഈ മനുഷ്യൻ അവിടേക്ക് പോവുകയും അവിടെ സംസാരിക്കുകയും പിന്നീട് നടന്നത്, ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ആ കള്ള പ്രവാചകന്റെ അനുയായിയായിക്കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ ആരംഭിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നത് യമാമ യുദ്ധത്തിൽ വെച്ചാണ്. സത്യവിശ്വാസികളുമായി യുദ്ധം ചെയ്തുകൊണ്ട് ശത്രു സൈന്യത്തിൽ നിന്നുകൊണ്ടാണ് ആ മനുഷ്യൻ മരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു വിഷയമാണ് സൂഉൽ ഖാതിമ, മോശപ്പെട്ട പര്യവസാനം. ഒരായുഷ്കാലം മുഴുവനും നന്നായി ജീവിക്കുക, ഒരായുഷ്കാലം മുഴുവനും നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുക, എന്നിട്ട് മരണപ്പെടുന്ന സന്ദർഭത്തിൽ ഒരു മോശപ്പെട്ട മരണത്തിന്റെ ആ ഒരു മരണത്തിലൂടെ കടന്നു പോവുക, ഏറ്റവും മോശപ്പെട്ട പര്യവസാനം. അടർക്കളത്തിൽ പോരാടി ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് സഹാബത്ത് പറഞ്ഞു, ഈ മനുഷ്യനൊക്കെ എന്തായാലും സ്വർഗത്തിലാണ്. റസൂൽ തിരുത്തി പറഞ്ഞു. ആ മനുഷ്യനെ പിന്നീട് സഹാബത്ത് കാണുന്നത് ആ അടർക്കളത്തിൽ ഏറ്റ മുറിവിന്റെ വേദനയാൽ തന്റെ ആയുധത്തിലേക്ക് കമഴ്ന്നു വീണ് ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയ ഒരു മനുഷ്യനായിട്ടാണ്. ആത്മഹത്യ ചെയ്തവന് പൊതുവായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അയാൾ നരകത്തിലാണ് എന്ന് മാത്രമല്ല, ആ പ്രവർത്തനം അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും നരകത്തിൽ എന്നാണ് പൊതുവായി ആത്മഹത്യയെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തിയത്. ഇത് സത്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കേണ്ട വിഷയമാണ്. നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ദീൻ പകർന്നു കൊടുക്കുന്ന നമ്മുടെ മക്കൾ ഒരു റിമോട്ട് കിട്ടാത്തതിന്റെ പേരിൽ, ചാനൽ മാറ്റാൻ റിമോട്ട് കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന മക്കൾ, ടൂർ പോവാൻ പൈസ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന മക്കൾ, കോപ്പി അടിച്ചിട്ട് സ്കൂളിൽ നിന്ന് അധ്യാപകൻ വഴക്ക് പറഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന മക്കൾ. എവിടേക്കാ പോകുന്നത്? നമ്മുടെ മക്കൾക്ക് ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചു കൊടുക്കണം. പ്രയാസങ്ങളെ എങ്ങനെ തരണം ചെയ്യണം. ജീവിതത്തിൽ ഒരു പ്രയാസം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു വിഷമം വന്നാൽ അല്ലാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് തവക്കുൽ ചെയ്തുകൊണ്ട് എത്ര പ്രതിസന്ധിയാണെങ്കിലും, ആര് കുറ്റപ്പെടുത്തിയാൽ എത്ര പ്രയാസമാണെങ്കിലും ജീവിച്ച് കാണിക്കേണ്ടതിന്റെ അനിവാര്യത, നഷ്ടപ്പെടുന്ന സ്വർഗം, നമുക്ക് ലഭിക്കുന്ന ആ ഒരു നരകം, അതിന്റെ ഗൗരവത്തെ പറഞ്ഞു കൊടുത്തുകൊണ്ട് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ വലിയ ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. സഹോദരന്മാരെ, ഗസയിലേക്ക് നമ്മളൊന്ന് നോക്കുക, ഫലസ്തീനിലേക്ക് നമ്മൾ നോക്കുക. ജീവിതത്തിൽ അവർ കണ്ട പോലെയുള്ള എന്ത് പരീക്ഷണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തന്നിട്ടുള്ളത്. അത്രമാത്രം വലിയ പരീക്ഷണത്തിന്റെ തീച്ചൂളകളിലൂടെ കടന്നു പോയപ്പോഴും ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിച്ചതൊക്കെ നഷ്ടപ്പെട്ടു, പ്രിയപ്പെട്ടവരൊക്കെയും നഷ്ടപ്പെട്ടു. ബാക്കിയാവുന്ന ഓരോ പിഞ്ചോമനകളും തങ്ങളുടെ കൺമുന്നിൽ കടന്നുകൊണ്ട് തങ്ങളുടെ മക്കളുടെ ജനാസകളെ ഏറ്റുവാങ്ങുന്ന മാതാപിതാക്കളും അവർക്കെയും ഉറച്ചു നിൽക്കുകയാണ്. ജീവിതം അവസാനിപ്പിക്കുകയല്ല. ഏത് പ്രതിസന്ധിയിലും അവർ അല്ലാഹുവിന്റെ മുന്നിൽ പ്രഖ്യാപിക്കുകയാണ്, എനിക്കല്ലാഹു മതി, എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പോന്നവനാണ്. ഈ ഒരു ബോധ്യം അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുക്കുവാൻ, ചരിത്രത്തിന്റെ മാതൃകകളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുവാൻ ആയത്തുകളും ഹദീസുകളും മക്കൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരിൽ ആത്മബോധം ഉണ്ടാക്കുക, ധൈര്യം കൊടുക്കുക. ഈ രൂപത്തിൽ ഒരു നല്ല തലമുറയെ നമ്മൾ വാർത്തു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആഗ്രഹിക്കുന്നതെന്തോ അവർ ചോദിക്കുന്നതിന് മുമ്പേ എത്തിച്ചു കൊടുക്കുന്ന ഉമ്മയും ഉപ്പയും ജീവിതത്തിൽ അവർ ആഗ്രഹം പറയുന്നതിന് മുമ്പേ നമ്മൾ കൊടുത്തു. ഒരു വിഷമവും എന്റെ മകൻ അറിഞ്ഞില്ല, ഒരു വിഷമവും എന്റെ മകൾ അറിഞ്ഞില്ല. അവരനുഭവിച്ച ആദ്യത്തെ വിഷമം
അവർക്ക് താങ്ങാൻ കഴിയാതെ ആത്മഹത്യയിലേക്ക് പോയി. മക്കൾ അറിയണം വിഷമങ്ങൾ, കുറച്ചൊക്കെ പ്രയാസങ്ങൾ മക്കൾ അറിയണം. അറിഞ്ഞ് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ആ വിഷമങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മറികടക്കേണ്ടതെന്ന് മക്കൾക്ക് ട്രെയിനിങ് കൊടുക്കണം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ അവർ ഒറ്റപ്പെടുമ്പോ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയൊരു പ്രയാസം ഉണ്ടാകുമ്പോ താങ്ങാൻ കഴിയാതെ അവസാനം ഒരു കയറിൽ, അതല്ലെങ്കിൽ ഒരു കത്തിയിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചാൽ അത് ആശ്വാസം കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ച് ഒരന്ധകാരത്തിലേക്ക്, കത്തിയാളുന്ന നരകാഗ്നിയിലേക്ക് ആപതിക്കുന്ന ആദർശ സമൂഹത്തിന്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ കാണേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആദർശത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുഴുവനും സർവസ്വവും അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തക്ബീരിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബേ, നീ എനിക്ക് തരാത്ത അനുഗ്രഹങ്ങളൊന്നുമില്ല. യൂസുഫ് നബിയെ നമുക്കറിയില്ലേ? യൂസുഫ് നബിയുടെ സൗന്ദര്യം നമുക്കറിയില്ലേ? യൂസുഫ് നബി ഒരു പ്രവാചകന്റെ മകനല്ലേ? ഒരു പ്രവാചകനായി അല്ലാഹ് തെരഞ്ഞെടുത്തയാളല്ലേ? അതുപോലെ തന്നെ ഭരണാധികാരത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങൾ അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്ത പ്രവാചകനല്ലേ? ആ യൂസുഫ് നബിയുടെ കുടുംബത്തിന്റെ വലിപ്പം എത്രയാണ്, അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ എത്രയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവോട് എടുത്തു പറയുന്നത്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്. നീ എനിക്ക് അധികാരം തന്നു റബ്ബേ. സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പോലും പകർന്നു കൊടുക്കാനുള്ള, അത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് നീ എനിക്ക് തന്നു. മുഅ്ജിസത്ത് നൽകി, സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തു റബ്ബ്. അത് യൂസുഫ് നബിയുടെ അല്ലാഹു നൽകിയ ഒരു മുഅ്ജിസത്താണ്. ഈ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറയുകയാണ്, ആകാശ ഭൂമികളുടെ സൃഷ്ടാവായ റബ്ബേ, എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള ചോദ്യം, തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഈ ദുനിയാവിന്റെ അനുഗ്രഹങ്ങളെക്കാളേറെ എനിക്ക് ആഗ്രഹമുള്ളത് തവഫനി മുസ്ലിമാ, ഒരു മുസ്ലിമായി കൊണ്ട് മരിക്കണമെന്നാണ്. ഒരു മുസ്ലിമായി കൊണ്ട് മരിക്കണമെന്നാണ്. സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേരണമെന്നാണ്. അതുകൊണ്ട് മുസ്ലിമായി ജീവിച്ചാൽ മാത്രം പോരാ. മുസ്ലിമായി ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും, ഒരു മുസ്ലിമായി ഒരു മകനായി മകളായി ജനിച്ചു ജീവിച്ചാൽ മാത്രം പോരാ. ഒരു മുസ്ലിമായി കൊണ്ട് തന്നെ മരിക്കുവാനും സാധിക്കേണ്ടതുണ്ട്. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള മരണം അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം അധ്വാനിച്ചാൽ, ഒരായുഷ്കാലം മുഴുവനും നമ്മൾ നേടിയത് ശിർക്ക് ചെയ്തുകൊണ്ട് മരണപ്പെടുന്ന ആളുകളുണ്ട്, ആദർശ വ്യതിയാനം സംഭവിച്ച് മരണപ്പെടുന്ന ആളുകളുണ്ട്. ഇതെല്ലാം അതിനെ മുഴുവൻ ഇങ്ങനെ ധരിച്ചു കളഞ്ഞുകൊണ്ട്, അതെല്ലാം തകർത്ത് കളഞ്ഞുകൊണ്ട് അവസാനം ആ രൂപത്തിൽ മരണപ്പെടുന്ന പഠിപ്പിച്ചു. മോശപ്പെട്ട പര്യവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും മുസ്ലിമായി ജീവിക്കുവാനും അല്ലാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ മരിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله. أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സൂചിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ക്ഷമയോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളുടെ കാര്യം വലിയ അത്ഭുതമാണെന്നാണ് പഠിപ്പിക്കുന്നത്. അജബൽ അംരിൽ മുഅ്മിൻ إن أمره كله له خير وليس ذاك بأحد إلا للمؤمن إن أصابته سراء شكر فكان خيرا له وإن أصابته ضراء فكان خيرا له. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യം അത്ഭുതമാണ്. ഈ അത്ഭുതം അവൻ എന്ത് സംഭവിച്ചാലും അത് നന്മയാണ് എന്നുള്ളതാണ്. ഇതൊരു സത്യവിശ്വാസിക്കല്ല മറ്റൊരാൾക്കും തന്നെ കിട്ടൂല.
അവന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം വന്നാൽ, ഒരു നന്മ വന്നാൽ അവൻ അല്ലാഹുവിനെ സ്തുതിക്കും, അതവന്റെ പുണ്യമാണ്. അവന്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഒരു അപകടം വന്നാൽ അവൻ ക്ഷമിക്കും, അതും അവന്റെ കൂലി കിട്ടും. ഒരു മനുഷ്യന്റെ കാലിൽ ഒരു മുള്ളു കുത്തുന്നത് പോലും അവൻ ക്ഷമിച്ചാൽ അവന്റെ പാപത്തിന് പരിഹാരമാകുമെന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മാരകമായ രോഗങ്ങൾ പിടിപെടുന്ന ആളുകൾ, ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, മക്കളെ കൊണ്ട്, കുടുംബം കൊണ്ട് പല രൂപത്തിൽ പരീക്ഷണങ്ങളിൽ പെടുന്ന ആളുകൾ, ഈ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു പാപമോചനം നൽകുകയും അവരുടെ ദറജകളെ അല്ലാഹു ഉയർത്തുകയും ചെയ്യും. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ അതിന്റെ പേരിൽ നമുക്ക് നരകത്തിൽ പോകേണ്ടി വരുമെന്ന് മക്കളോട് പ്രത്യേകമായി ഉണർത്തുകയാണ്. നമ്മളൊരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സ് വിഷമിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം ഈ ദുനിയാവിൽ തന്നെ നിങ്ങളെ പിടികൂടുകയും അത് ദുനിയാവും കടന്ന് ബർസഖും കടന്ന് അവസാനം പാരത്രിക ലോക ജീവിതത്തിൽ നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കുമെന്ന ബോധ്യവും നമ്മുടെ മനസ്സകങ്ങളിൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയോടുകൂടെ ജീവിക്കുന്ന, ആ രൂപത്തിൽ ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസപരമായും കർമ്മപരമായും സംഭവിച്ചു പോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അപാകതകളും റബ്ബേ നിന്റെ ഫദ്ല് കൊണ്ട്, നിന്റെ റഹ്മത്ത് കൊണ്ട് ഈ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവിധ പ്രയാസങ്ങളെയും ദൂരീകരിക്കുന്ന റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പല നിലക്കും മരണപ്പെടുന്ന ആളുകളുണ്ട്, പല രൂപത്തിലും നിനക്കറിയാമല്ലോ റബ്ബേ. ആ മരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ മനസ്സിലെ ചിന്തയും അവർക്ക് മാനസിക നില തെറ്റിയോ എന്ന് പോലും ഞങ്ങൾക്കല്ല അറിയുന്നത് റബ്ബേ, നിനക്കാണ്. അല്ലാഹുവേ, നിന്റെ പരമാധികാരത്തിന് മുകളിൽ ഒന്നുമില്ലല്ലോ, നിനക്ക് പുറത്തു കൊടുക്കാൻ കഴിയാത്തതായി മറ്റൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആത്മാർത്ഥമായി ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പാപമോചനം തേടുന്നു. അല്ലാഹുവേ, ഞങ്ങൾ ദുആ ചെയ്യുന്നു. ഞങ്ങളിൽ നിന്ന് ഏത് രൂപത്തിൽ മരണപ്പെടുന്ന ആളുകൾക്കും അല്ലാഹുവേ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഖബറുകളെ വിശാലമാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ പണ്ഡിതന്മാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് കൺകുളിർമ നൽകുന്ന മക്കളാക്കി ഞങ്ങളെ മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും വരും തലമുറകൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ആദർശം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ നാടിനെ കാലത്തും നീ പര്യാപ്തമാക്കി നിർഭയത്വം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ഒരു കലിമത്ത് തൗഹീദിന് വേണ്ടി പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ലോകത്തെമ്പാടുമുണ്ട്. അവരുടെ പരിശ്രമങ്ങളെ നീ വിജയിപ്പിക്കുകയും അവരുടെ കാലുകളെ നീ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا ضلا للذين آمنوا. ربنا إنك رؤوف رحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.